ഇപ്പോൾ കേരളത്തെ കേരളമായി നിലനിർത്താൻ സാധിക്കണമെങ്കിൽ വർഗീയതക്കെതിരായിട്ടുള്ള ശക്തിയായ പോരാട്ടം നടത്തിയേ പറ്റും. ഇവിടെ മാനവീയതയെയും മാനുഷിക മൂല്യങ്ങളെയും തകർക്കാനാണ് അപരനിർമ്മിതിയിലൂടെ ഏത് വർഗീയ ശക്തിയും ശ്രമിക്കുന്നത്. അത് ഭൂരിപക്ഷ വർഗീയത, അതിനോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെയാണ് ന്യൂനപക്ഷ വർഗീയതയും ശക്തിപ്പെടാൻ ശ്രമിക്കുന്നത്. അത് കാസ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുണ്ട്. ഇതിനെല്ലാം എതിരായിട്ട് ജനങ്ങൾ, വിശ്വാസി സമൂഹം ആകെ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോകേണ്ടതുണ്ട്. വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പ്രബലമായ വർഗീയവാദികൾക്കൊരു വിശ്വാസവുമില്ല. അവർ വർഗീയവാദം എന്ന് പറയുന്നത് രാഷ്ട്രീയാധികാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ചവിട്ടുപടിയായി വിശ്വാസത്തെയും മതത്തെയും ഉപയോഗിക്കുന്നവർ മാത്രമാണ് പറയാൻ സാധിക്കുക. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് കണ്ട് എല്ലാ വർഗീയ ശക്തികളെയും എതിർത്ത് പരാജയപ്പെടുത്താൻ വേണ്ടി, കേരളത്തെ നിലനിർത്താൻ വേണ്ടി, കേരളത്തിൻ്റെ സാഹോദര്യവും മാനവികതയും മതനിരപേക്ഷ ഉള്ളടക്കവും ഫെഡറൽ സംവിധാനത്തോടുള്ള കൂറും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരാശയം അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന വർഗീയതക്കെതിരായി എല്ലാ വിശ്വാസികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുമ്പോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. പിന്നെ ഈ അടൂർ പ്രകാശൻ്റെ ചോദ്യം ചെയ്യലോടുകൂടി ഇതേവരെ ഇവരെല്ലാം CPM-നെതിരായിട്ടുള്ള ഒരു ആയുധമായിട്ടാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യം ഉപയോഗിച്ചത്. ഇപ്പം അതിൻ്റെ വ്യാപ്തി കൂടുകയാണ്. ആ വ്യാപ്തി കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അവരാദ്യം ശ്രമിച്ചത് ഉടനെ കുറ്റപത്രം കൊടുക്കണമെന്നാണ്. ഉടനെ കുറ്റപത്രം കൊടുത്താൽ ഈ പറയുന്നവരെ ഒന്നും കുറ്റപത്രത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള മുൻവിധിയോടുകൂടിയാണ് അവർ ആ കാര്യം പറഞ്ഞത്. പക്ഷേ ഹൈക്കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി പറഞ്ഞത് ഇത് കൊലക്കേസോ മറ്റേത് കളവ് കേസോ പോലെ കാണാൻ പറ്റുന്നതല്ല, ഇത് വലിയ വിശാലതയുള്ള ഒരു കേസാണ്. അതുകൊണ്ട് 10 കൊല്ലം മാത്രമല്ല, അതിൻ്റെ പിന്നോട്ടുള്ള 10 കൊല്ലം കൂടി അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ആരെങ്കിലും ജാമ്യത്തിൽ ഇറങ്ങിപ്പോകുന്നത് കൊണ്ടൊന്നും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല. ഇതെല്ലാം പറഞ്ഞാലും ചില മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്കും ഈ കേസ് തേച്ചു മാച്ചു കളയാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് SIT എന്നിപ്പം പറയുന്ന നിലയിലേക്ക്. SITയെ കുറ്റപ്പെടുത്തുന്നത് അവരിലേക്ക് എത്തുമ്പോൾ മാത്രമാണ്. തന്ത്രി സമാജം, അതുപോലെ തന്നെ BJPയുടെ കേരള അധ്യക്ഷൻ, പിന്നെ വേറെ ചില സംഘടനകൾ, ക്ഷേത്ര സംരക്ഷണ സമിതിയൊക്കെ, ഇവർ ഹൈക്കോടതിയിൽ പോയി CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞു. കാരണം ഈ SITയുടെ ശരിയായ അന്വേഷണം എങ്ങനെ തടസ്സപ്പെടുത്താം എന്നാണ് VD സതീശൻ ആദ്യം തന്നെ ഈ SIT അന്വേഷണം ശരിയല്ല എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ അതിൻ്റെ അനുയായികൾ എന്ന രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ കേസിന് പോയത്. ഹൈക്കോടതി നിശ്ചിതമായ വിമർശനമാണ്. SIT ശരിയായ ദിശയിലാണ് അന്വേഷിക്കുന്നത്, ഫലപ്രദമായ അന്വേഷണമാണ്. ഇപ്പോഴും നിങ്ങൾ CBI അന്വേഷണത്തിന് പറയാൻ എന്താ കാരണം? കോടതി ചോദിച്ചതാണ്. എന്നിട്ട് ചോദിച്ചു, ഈ CBI എന്ന് പറയുന്നത് സ്റ്റേറ്റിൽ നിന്ന് പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഡെപ്യൂട്ടേഷനല്ലേ? നിങ്ങൾ അതിനെ ഇത്ര മഹത്വവൽക്കരിക്കുന്നതും ഇവിടെ അതിനിടിച്ചു താഴ്ന്നത് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ മുണ്ടാട്ടില്ല. കോടതി ഞങ്ങൾ ചോദിക്കുന്നതല്ല, കോടതി ചോദിച്ചു. എന്നിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൃത്യമായിട്ട് പറഞ്ഞു, ഒരു CBI അന്വേഷണത്തിനും മുതിരേണ്ട കാര്യമില്ല, SIT അന്വേഷണം ഫലപ്രദമാണ് എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തി. അപ്പോൾ യഥാർത്ഥത്തിൽ BJP തന്ത്രിയെ പിടിച്ചതോടുകൂടി BJPയുടെ സ്ഥിതി മാറി. ഇപ്പോൾ ഇവരെല്ലാം ചോദ്യം ചെയ്യുന്ന ഘട്ടം വന്നപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥിതി മാറി. പൂച്ചിയെ കയറ്റിയത് CPM ആണെന്നാണല്ലോ ആദ്യം പ്രചരിപ്പിച്ചത്. ഇപ്പോൾ മനസ്സിലായി KC വേണുഗോപാലിനാണെന്നും. KC വേണുഗോപാലിൻ്റെ കാലത്താണ് ആദ്യമായിട്ട് പൂച്ചി അവിടെ എത്തുന്നത്. പൂച്ചിയും തന്ത്രിയും ചേർന്നുകൊണ്ടാണ് ഈ കൊള്ള മുഴുവൻ സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ പ്രധാനപ്പെട്ട ആലോചനയും ഗൂഢാലോചനയും നടത്തിയതെന്ന് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. കോടതി തന്നെ അത് വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് അന്വേഷണം നടത്തണം. ആരാണോ ഉത്തരവാദി മുഴുവൻ ആളുകളെയും കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കണം. ഒരു തരി സ്വർണ്ണം നഷ്ടപ്പെടാൻ പാടില്ല. ആരായാലും അവരെ സംരക്ഷിക്കുന്ന പ്രശ്നം ഗവൺമെൻറ് അതുപോലെ CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കില്ല. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം.
പക്ഷേ കോടി രൂപ വാങ്ങി ഒരു വിഷയം അല്ല, അതെ, തിരിച്ചു കൊടുത്തോ ഇല്ലയോ എന്നതിനേക്കാളും പ്രധാനം എങ്ങനെയാണ് ഇത് വാങ്ങിയത് എന്നുള്ളതാണ്. ഈ 2 കോടി ഉറുപ്പിക വാങ്ങിയത് നിയമപരമാണോ? അത് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട് എം പിക്ക്. അല്ല ബൾക്കായിട്ട് കള്ളപ്പണമായിട്ട് വാങ്ങിയതാണോ? ബൾക്കായിട്ട് വാങ്ങിയെന്ന് പറഞ്ഞാൽ കള്ളപ്പണമാണല്ലോ. അതുപോലെ തിരിച്ചു കൊടുത്തു എന്നും പറയുന്നുണ്ട്. തിരിച്ചു കൊടുത്തതും ഇതേപോലെ തന്നെ കള്ളപ്പണമായിട്ടാണോ എന്ന് എം പി പറയട്ടെ. അത് പറയണ്ടേ, വളരെ പ്രധാനമായിട്ട് പറയണ്ടേ. പറയട്ടെ, എന്നിട്ട് നോക്കി പറയാൻ നോക്കാലോ നമുക്ക്. ഞങ്ങൾ വാങ്ങുന്നത്, ഞങ്ങളിങ്ങനെ 2000 2 കോടി 3 കോടി ഒന്നും വാങ്ങുന്ന ഒരു നിലപാട് സ്വീകരിക്കാറില്ല. വെറുതെ പറയാം, കള്ളത്തരം പറയാം. അവർ കുടുങ്ങി കിടക്കുമ്പോൾ ബാക്കി എല്ലാവരും കുടുങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കത് ഭയമൊന്നുമില്ല കേട്ടോ. ആൻറ്റുവാരണി വിചാരം എന്ന് പറഞ്ഞാൽ ഞാൻ 2 കോടി വാങ്ങിയിട്ട് ബാക്കി പലരും ഇതിനേക്കാളും വാങ്ങിയിട്ടുണ്ട് നോക്കിയാൽ. ഞങ്ങളും 1 കോടിയും വാങ്ങിയില്ല. ഞാൻ കണ്ടിട്ടേനില്ല 1 കോടി. ഇതിന് കൊണ്ടേ വാങ്ങാൻ ഇലക്ഷൻ കമ്മീഷൻ്റെ മാത്രം